ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചക്കയും ബീഫും കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. കപ്പയും ബീഫും നമ്മൾ ഉണ്ടാക്കാറില്ലേ, എന്നാൽ അതിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ് ഇതിന്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫും ഒരു 3/4 കിലോയിൽ കൂടുതലുണ്ടാകും ചക്കയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്ക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല മൂത്ത ചക്ക ആയിരിക്കണം. എന്നാൽ മധുരം പാടില്ല, പുളിപ്പുരസവും പാടില്ല. അങ്ങനെയുള്ള ചക്ക വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ബീഫും ചക്കയും കൂടെ റെഡിയാക്കാം. സാധാരണ നമ്മൾ ബീഫിലൊക്കെ കായിട്ടൊക്കെ വെക്കുമ്പോൾ കായ കുറവാണ് നമ്മൾ ഇടാറ്. സാധാരണ 1 കിലോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 പച്ചക്കായ ഇടും, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ 3 മാക്സിമം ചെറുതാണെങ്കിൽ. പക്ഷേ ചക്കയും ബീഫും കൂടെ വെക്കുമ്പോൾ ബീഫിനേക്കാൾ കൂടുതൽ വേണം ചക്ക. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോഴാണ് അത് വെന്ത് വരുമ്പോൾ ബീഫായിട്ട് ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. അപ്പോൾ എപ്പോഴും ബീഫിനേക്കാൾ കൂടുതൽ ചക്ക എടുക്കാൻ നോക്കണം. ആദ്യം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കണം. ഇവിടെ ഞാൻ 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇഞ്ചി ഒരു വലിയ പീസാണ്, അത് ഞാൻ 3ആയി കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്ത് കഴിഞ്ഞു. നമ്മളൊരു കുക്കറിലാണ് പാചകം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ബീഫ് കുക്കറിലേക്ക് ഇടാം. ഈ ബീഫ് ഉണ്ടല്ലോ, നല്ല നെയ്യ് വേണം കേട്ടോ, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതോടുകൂടെ തന്നെ അതിനോടുകൂടെ എല്ലും വേണം, അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീഫും എല്ല് കണ്ടോ, ഇതിൻ്റെ കുറച്ച് എല്ലിൻ്റെ പീസ്, പിന്നെ നെയ്യുണ്ട് നന്നായിട്ട് കണ്ടോ, ഇതിൽ നെയ്യുണ്ട്. അപ്പം നെയ്യും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. എന്നിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് സിമ്മിലേക്ക് ആക്കിയിട്ട് ഒരു 12 മിനിറ്റ് കൂടെ വയ്ക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒരു 12 മിനിറ്റ് കൂടെ വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റീമെല്ലാം പോയി. നമുക്കിതൊന്ന് തുറക്കാം. നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കഴുകി അരിഞ്ഞു വെച്ച് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചതാട്ടോ, വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ ശരിക്കും ഇതിനകത്തേക്ക് ഉടഞ്ഞ് ചേരും കേട്ടോ. ശരിക്കും ഇതങ്ങ് ചുരുങ്ങും. ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിൽ ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ആ വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റീം നമ്മൾ കംപ്ലീറ്റ് കളയണം. എന്നിട്ട് കുക്കർ തുറക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സ്റ്റീം കംപ്ലീറ്റ് കളയാം. ഇപ്പോൾ സ്റ്റീം കംപ്ലീറ്റ് പോയി.
ഇനി നമുക്കിത് തുറക്കാം. ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇടാം. നല്ലതുപോലെ ചുവന്നുള്ളി എടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതും വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇതേപോലെ താളിച്ചൊഴിക്കുകയും വേണം, അപ്പോഴാണ് അതിൻ്റെ രുചിയേറെ. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ബീഫും ചക്കയും വേവിച്ചതിലേക്ക് ഇടാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. ആഹാ, അങ്ങനെ നമ്മുടെ ചക്കയും ബീഫും റെഡി ആയിട്ടോ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയായ ചക്ക ബീഫ് തയ്യാറാക്കി കഴിഞ്ഞു. ചക്ക വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഐറ്റവും കൂടി ആയിട്ടോ. ഇത് വൈകിട്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. അതുകൂടാതെ ഇനി രാത്രി ഫുഡിന് പകരം ഇത് കഴിച്ചാലും മതി. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ജുലീനാസ് കിച്ചന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. ഇനി നല്ല നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്